വെരി വാം ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാൻ വൈസ്മൻ റിജി കെയർ ദ ഏജ്ഡിൻ്റെ ഇമേജ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ കടയുടെ ഫ്രണ്ടിലാണ്. ഐ ഡിസൈൻസ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചൈതന്യയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഷോപ്പാണ്. നമുക്ക് അകത്തോട്ട് കയറി പുള്ളിയെ ഒന്ന് പരിചയപ്പെടാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു കണ്ണാടി കടയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സോൾ പ്രൊപ്പറേറ്റർ മാത്യു ജാൻ. അതെ, നമുക്കൊരു 30 വർഷമായിട്ട് അടുപ്പം കാണും അല്ലേ. ഇദ്ദേഹം ആദ്യം കേദാരത്തിലായിരുന്നു. അപ്പോൾ കേദാരത്തിൽ എൻ്റെ ബ്രദറിനൊരു കട ഉണ്ടായിരുന്നു, ഡിജിറ്റൽ ഗ്രാഫിക്സ്, DTP. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് DTP സെൻ്റർ ആണെന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെ ചുരുക്കം ചില കടകളുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ നല്ല അടുപ്പമായിരുന്നു. പിന്നീട് എനിക്കൊന്ന് ഇതുവരെയും കണ്ണാടിയുടെ ഒക്കെ ആവശ്യം വന്നപ്പോൾ നമ്മൾ മാത്യു ജാനെ തന്നെയാണ് ആശ്രയിച്ചിട്ടുള്ള നല്ല സർവീസാണ്. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്നുവെച്ചാൽ എൻ്റെ അഭിപ്രായങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ വൈസ്മൻ്റെ ഈ വർഷത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കെയർ ദ ഏജ്ഡ്. അതായത് പ്രായമുള്ളവരെ കരുതുക. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, പ്രായമുള്ളവരെ സ്വത്ത് കിട്ടിയതിന് ശേഷം തള്ളിക്കളയുന്നു. അപ്പം ഈ ഒരു മാത്യു ജാൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ജനറലായിട്ടൊരു പ്രായമുള്ളവരെ കരുതുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മൾ കരുതണം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, 92 ഇയേഴ്സായി. വെരി ഗുഡ്. ഇപ്പോഴും ഹാപ്പിയായിട്ട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കൂടെ പോകുന്നു, ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദറ്റ് മീൻസ് നമ്മൾ കരുതുന്നുണ്ട്, അതേമാതിരി തന്നെ എല്ലാവരും കരുതണം. ഓക്കെ വെരി ഗുഡ്. അതൊരു നല്ല എക്സാമ്പിളാണ്, റിയൽ ടൈമിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മച്ചാൻ്റെ ഈ ഇൻഡസ്ട്രി, ഇതിപ്പോൾ സർവീസ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആണ്. ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം ഇതിപ്പം ഡയറക്റ്റ്ലി ഹെൽത്തിൻ്റെ ഒരു ഇതിൽ വരുന്ന അല്ലെങ്കിലും നമുക്ക് കണ്ണ് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പം പ്രായമുള്ളവരെ കരുതാനായിട്ട് നിങ്ങളുടെ ഒരു പോളിസി, അല്ലെങ്കിൽ നിങ്ങളിപ്പം 30 വർഷം ആളുകളെ കണ്ടു. അപ്പോൾ ചിലപ്പം നിങ്ങൾ തുടങ്ങിയപ്പം ചെറുപ്പക്കാരായിരുന്നവരൊക്കെ ഇപ്പം പ്രായമുള്ളവരായി കാണണം അല്ലേ. എൻ്റെ പപ്പായും മമ്മിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാനും തന്നെ പ്രായമുള്ളവനായി തുടങ്ങി. ഞാൻ കെയർ ദ ഏജ്ഡിൻ്റെ ഫസ്റ്റ് കാറ്റഗറി കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ല, എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എബവ് 60s ആണ്. വെരി ഗുഡ്. 60s ആണ്. എൻ്റെ കണ്ണാടിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവരിവിടെ വന്ന് കാണാറുണ്ട്. ഒരു ഹായ് ഒക്കെ പറഞ്ഞ് 2 മിനിറ്റ് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു പേഴ്സണൽ റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. വെരി ഗുഡ്. അപ്പോൾ അല്ല, അതിന് 30 വർഷമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ. ഓക്കെ. അപ്പോൾ ഈ പ്രായമുള്ളവർക്ക് എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ? ഓക്കെ, അവരുമായിട്ടൊരു നല്ല റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലാതെ എന്തെങ്കിലും അവർ സർവീസ് എനി ടൈം സർവീസസ് അവൈലബിൾ, ടോട്ടലി ഫ്രീ ആണ്. ഓക്കെ. പിന്നെ യങ്സ്റ്റേഴ്സിനോ ഒക്കെ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഇപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും എങ്ങനെയാണ്? എല്ലാവരും ബിസി സ്കെഡ്യൂളൊക്കെയാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രായമുള്ളവരെ പേരൻസ് മാത്രമാണെന്നില്ല, ഏജ്ഡ് ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെ കരുതുന്നതിന് എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം, വാങ്ങിക്കുമ്പോൾ നല്ല സാധനം നോക്കി വാങ്ങിക്കുക. ഓക്കെ. ഒറ്റോട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഓക്കെ, കൊള്ളാം. എനിവേ, ഷോർട്ട് ആൻഡ് സ്വീറ്റ്, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു തന്നു. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനി വെച്ചടി ഐ ഡിസൈൻസിനും മാത്യു ജാനും കേറ്റങ്ങളും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.